പ്രിയമുള്ളവരെ, പ്രതികരിക്കണമെന്ന് തോന്നിപ്പോയ മറ്റൊരു വീഡിയോ കൂടെ കാണാനിട വന്നു. നിങ്ങൾക്കായി ഒന്ന് ഷെയർ ചെയ്യുന്നു. കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിക്കും വിധം പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ്. ആവനാഴി സിനിമയിൽ മമ്മൂട്ടി മോഷ്ടാവിനെ മർദ്ദിക്കുന്ന രംഗങ്ങൾ പങ്കുവച്ചാണ് മറയൂർ CI ആയ മാഹിൻ സലീമിന്റെ സ്റ്റാറ്റസ്. വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് നേരത്തെ സസ്പെൻഷൻ നേരിട്ട ആളാണ് മാഹിൻ. ശ്രീധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കസ്റ്റഡി മർദ്ദനങ്ങളെയും പോലീസ് സ്റ്റേഷനിലെ മൂന്നാം മുറയെയും ന്യായീകരിച്ചാണ് മറയൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മാഹിൻ സലീം ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ഇട്ടത്. ആവനാഴി എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ പ്രശസ്തമായ ഒരു ഡയലോഗ്, ഒരു മോഷ്ടാവിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ബിരിയാണിയും ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കള്ളം സത്യം പറയില്ല, പകരം കള്ളനെ മർദ്ദിക്കുക തന്നെ വേണം, ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാലേ കുറ്റം തെളിയുള്ളൂ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഈ രംഗം ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ആക്കിയിട്ടായിരുന്നു ഈ ഒരു പരോക്ഷമായി തന്നെ ഈ കസ്റ്റഡി മർദ്ദനങ്ങളെയും മൂന്നാം മുറയെയും ഇദ്ദേഹം ന്യായീകരിക്കുന്നത്. നമ്മുടെ റിപ്പോർട്ടർ ശ്വാസം വിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പെട്ടെന്ന് തോന്നിപ്പോയ ഒരു കാര്യം, പ്രിയപ്പെട്ട പോലീസുകാരാ, താങ്കളിത് കാണുന്നുണ്ടോയെന്നറിയില്ല, എങ്കിലും പറയാതെ വയ്യതുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ ബിരിയാണി ഒന്നും മേടിച്ച് കൊടുത്താൽ ഒരു കള്ളനും സത്യം പറയില്ല, സത്യം തന്നെയാണ്. കുറ്റവാളികളെ, ഞാൻ ഉദ്ദേശിച്ചത് സീരിയസ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ ഒന്ന് വരച്ച വരയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടെക്നിക്കുണ്ട്. അതായത് കീപ്പിംഗ് കൺവിക്സ് അണ്ടർ കോൺസ്റ്റൻറ്റ് ബ്രൈറ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. നല്ലൊരു മെത്തേഡാണത്. പക്ഷേ ദീർഘകാലം അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ശക്തമായ അതിതീവ്രമായ വെളിച്ചത്തിനുള്ളിൽ കുറ്റവാളിയെ കൺഫൈൻ ചെയ്യുക, അടച്ചിടുക. സാധാ ലൈറ്റല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ആ ലൈറ്റും വെട്ടത്തിൽ ഇപ്പം നമുക്ക് ഉച്ചസൂര്യനെ നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണിന് ഒരു ടയർഡ്നെസ് ഉണ്ടാകും. അതേ രീതിയിൽ ഒരു ബ്രൈറ്റ്നെസ് ഒരു റൂമിൽ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു റൂമിൽ ഒരാൾ സ്റ്റേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താണ്? എന്ത് കള്ളവും തുറന്നു പറയും. മറച്ചു വച്ചിരിക്കുന്ന എന്ത് കള്ളത്തരവും വെളി വരും എന്നാണ് നിലവിലുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ തുടർച്ചയായിട്ട് നാളുകളോളം ഒരാളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് കാര്യമായ മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാകും. അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ഉള്ള ക്രൈംസ് ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണം. ഒരുപാട് ദീർഘകാലം ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകരെ, ഇങ്ങനൊരു കാര്യം പറഞ്ഞതിന് എന്നെ പഞ്ഞിക്കിടാനായിട്ട് വരരുത്.